കോഴിക്കോട് താമരശ്ശേരി വല്ലാത്ത ഭയപ്പാടുണ്ടാക്കിയ ഒരു സ്ഥലമാണ്. മറന്നോ? ജനുവരി 18-ന് ലഹരിക്കടിമപ്പെട്ട് ആഷിഖ് എന്ന 25-കാരൻ ബ്രെയിൻ ട്യൂമർ ചികിത്സയിലായിരുന്ന ഉമ്മ സുബൈദയെ വെട്ടിക്കൊന്നത്. ജനിപ്പിച്ചതിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ് അയാൾ ചെയ്ത ക്രൂരതയുടെ നടുക്കം, ആ സ്ത്രീയുടെ നിലവിളി ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. വീണ്ടും താമരശ്ശേരിക്ക് സമീപത്ത് ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടിയെന്ന വാർത്ത വരികയാണ്. അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദനാണ് തലയ്ക്ക് വെട്ടേറ്റത്. സഹോദരനെ ലഹരി മുക്ത കേന്ദ്രത്തിൽ അയച്ചതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ആക്രമണം. ഷഹീദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഷഹീദ്, കേൾക്കുമ്പോൾ തന്നെ അത്രമേൽ ക്രൂരതയുടെ നടുക്കുന്ന സംഭവമാണ്. ഈ അനുജൻ അത്രമേൽ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയുന്നു. ഇയാളെ ലഹരിമുക്ത കേന്ദ്രത്തിലാക്കിയതിന്റെ പ്രതികാരമെന്ന് ഇയാൾ തന്നെ പോലീസിനോട് പറഞ്ഞതാണ്. അനശ്വര, തീർച്ചയായും സ്വന്തം വീട്ടിനകത്ത് വെച്ചാണ് അഭിനന്ദന് ക്രൂരമായ രീതിയിലുള്ള വെട്ടേറ്റത്. അതും സ്വന്തം ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്നും. വൈകിട്ട് 5:30 ഈ സംഭവം ഉണ്ടായത്. താമരശ്ശേരി ചമൽ എന്ന പ്രദേശത്ത്, ഇവിടെ അംബേദ്കർ കോളനിയിലാണ് ഇവർ താമസിക്കുന്നത്. ഒരേ വീട്ടിലാണ് രണ്ടുപേരും താമസിക്കുന്നത്. അതിനിടെയാണ് വൈകിട്ടോടുകൂടി അർജുൻ തൊട്ടടുത്തുള്ള വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉപയോഗിക്കുന്ന വാൾ ഇവിടെ പുറത്ത് അത് സൂക്ഷിച്ചിരുന്നു. ആ വാൾ എടുത്തുകൊണ്ടുപോയി വെട്ടുകയായിരുന്നു. വീട്ടിനകത്ത് പോയി അഭിനന്ദനെ വെട്ടുകയായിരുന്നു. തലക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആശ്വാസകരമായ കാര്യം, ഈ മൂർച്ചയുള്ള വാളായിരുന്നില്ല. അമ്പലത്തിൽ മറ്റു ഉത്സവ പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു വാളായതുകൊണ്ട് മൂർച്ച കുറവാണ്. അതുകൊണ്ട് തന്നെ സാരമായ ഗുരുതരാവസ്ഥയിലുള്ള പരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ 6 സ്റ്റിച്ച് ഉണ്ട് അഭിനന്ദനെ തലയ്ക്കുണ്ട്. ഈ അർജുൻ നിരന്തരമായി മയക്കുമരുന്നിന് അടിമയായ ഒരാളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻപും വീട്ടിനകത്ത് അമ്മയെയും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ ഇതേപോലെ സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും ആ രീതിയിലുള്ള അക്രമം അവിടെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അർജുനെ അവിടെ ഒരു ലഹരി വിമുക്തി കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്നും കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ഇതിൽ വലിയ പ്രതിഷേധം അർജുൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ പക വീട്ടിയതാണ് എന്നാണ് പ്രാഥമികമായും മനസ്സിലാക്കുന്നത്. അത്തരം ചില പ്രാഥമികമായ മൊഴികൾ അർജുന്റെ ഭാഗത്തു നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അർജുൻ ഇപ്പോൾ പോലീസിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലാണ് അഭിനന്ദ് ഉള്ളത്. പരിക്ക് സാരമുള്ളതല്ല, അതീവ ഗുരുവസ്ഥയിലുള്ളതല്ല എന്നാണ് മനസ്സിലാകുന്നത്. ശരി, ഷഹീദാണ് വിശദാംശങ്ങൾ നൽകിയത്. ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടുന്നു. ലഹരി മൂത്താണ് അതിക്രമം. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ലഹരിമുക്ത കേന്ദ്രത്തിലൊക്കെ എത്തിച്ച് അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നവരെ ഇത്തരത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ കുടുംബങ്ങളിലൊന്നും ചെയ്യാൻ കഴിയില്ല. സർക്കാരാണ്, ഗവൺമെന്റാണ്, അതിന് തക്കതായിട്ടുള്ള വകുപ്പുകളുണ്ട്. അവരാണ് ഇതിൽ കൃത്യമായ നടപടികൾ എടുക്കേണ്ടത്. അതിനുള്ള പ്രാഥമിക നടപടികളൊക്കെ എടുക്കുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രതീക്ഷിക്കാം. ഷഹീദാണ് വിശദാംശങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയത്.